നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇതെൻ്റെ തീരുമാനം. എംബാപ്പയെ മൊണോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ ഹാഫ് ടൈമിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കളി പക്ഷേ PSG വിജയിച്ചിട്ടൊന്നുമില്ല. എന്നാൽ എംബാപ്പയെ പുറത്തിരുത്തിയത് എന്തിനെന്നുള്ള ചോദ്യത്തിന് കോച്ച് ലൂയിസ് എൻറിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. എൻ്റെ തീരുമാനമാണത്. ഞാൻ കുറേ കാലമായിട്ട് ഫുട്ബോളിലുണ്ട്. ഇത്തരം ക്ലബ്ബുകളിൽ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എംബാപ്പ ഇല്ലാതെ അധികം വൈകാതെ ഞങ്ങൾ കളിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെ കോച്ച് പറയുന്നു. കോച്ചിൻ്റെ വാക്കുകളിലേക്ക് അത് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഞാൻ ആവശ്യത്തിന് കാലം ഫുട്ബോളിലുണ്ടായിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഞാനിവിടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം ക്ലബ്ബുകളിൽ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് എംബാപ്പ ഇല്ലാതെ കളിക്കേണ്ടതുണ്ട്. സോ ടീമിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണോ അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷേ ഇതെൻ്റെ തീരുമാനമാണ്. നമ്മൾ എംബാപ്പ ഇല്ലാതെ കളിച്ച് പരിചയപ്പെടേണ്ടതുണ്ട്. സോ ടീമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ്സ് മൈ ഡിസിഷൻ എന്ന് തന്നെ ലൂയിസ് എൻറിക്ക പറയുന്നു. പിന്നെ നമുക്കറിയാമല്ലോ, ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എംബാപ്പ PSG ബെഞ്ചിലിരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോർമൽ ഡ്രസ്സൊക്കെ അണിഞ്ഞ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ കളി കാണുന്നുണ്ട്. ആ അമ്മക്കൊപ്പം നിന്നിട്ടാണ് ബാക്കി കളി അദ്ദേഹം കാണുന്നത്. അത് ഒരു താരം ചെയ്യാൻ പാടുള്ളതാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഒരു അൺയൂഷ്വൽ സീനാണത്. അത് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ലൂയിസ് എൻറിക്കയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തന്ത്രപൂർവ്വം പറഞ്ഞങ്ങ് ഒഴിയുകയാണ് ചെയ്യുന്നത്. ബാക്കി PSG ക്യാമ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.